UDF-ലേക്ക് ഒരു മടക്കമില്ലെന്ന് ജോസ് കെ മാണി പറയുമ്പോൾ പഴയകാല സംഭവങ്ങളെ ഓർത്തെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. മാണി സാർ നരകത്തിയിൽ വെന്തു മരിക്കണമെന്ന് പറഞ്ഞവർ തന്നെ സ്മാരകം നൽകാൻ തീരുമാനിച്ചതിൽ സന്തോഷമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കേരള കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നുകൂടി വി.ഡി. സതീശൻ വ്യക്തമാണ്. ഞങ്ങൾ പറഞ്ഞ ഒരേ വാചകമാണ്, അവർ ഇടതുമുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. KM മാണി സാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെൻറ് എടുത്ത നല്ല തീരുമാനമാണ്. വരാനിരിക്കുന്ന തലമുറ KM മാണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം. തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നരകത്തീയിൽ വെന്തു മരിക്കണമെന്ന് മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് CPM നേതാക്കന്മാർ. കേരള കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കുന്നു. ആരെയും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഉജ്ജ്വല വിജയം നേടിയിട്ടുണ്ട്. UDF വിട്ടുപോയവർ പുണ്യാളന്മാരും CPM വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നവർ വർഗവഞ്ചകരാകുന്നത് എങ്ങനെയെന്നും ചെന്നിത്തല ചോദിക്കുന്നു. ഐഷ പോറ്റിക്കെതിരായ MV ഗോവിന്ദന്റെ പരാമർശമാണ് അതിന് കാരണം. ഞങ്ങൾ ആരോടും ഇതുവരെ കേരള കോൺഗ്രസുമായി മുന്നണി പ്രവേശന ചർച്ച നടത്തിയിട്ടില്ല. ആരെങ്കിലും UDF-ൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അവരോട് ചർച്ച ചെയ്യുക എന്നുള്ളതല്ലാതെ ആരെയും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ഇപ്പൊ LDF വിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്. ആ വരുന്നവരൊക്കെ വർഗവഞ്ചകരാണെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. അപ്പൊ UDF വിട്ട് കോൺഗ്രസ് വിട്ടു പോയ ആളുകളൊക്കെ പുണ്യവാളന്മാരും CPM-ൽ മനം മടുത്ത് കോൺഗ്രസിലേക്ക് ആരെങ്കിലും വന്നാൽ അവർ വർഗവഞ്ചകരാകുന്നത് എങ്ങനെ? KM മാണിയുടെ ബജറ്റ് അവതരണവും അതിനെതിരെ LDF നടത്തിയ പ്രതിഷേധമൊന്നും പെട്ടെന്ന് മറക്കാവുന്നതല്ല. KM മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന പ്രചാരണവും എന്റെ വക 10 രൂപ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഇടതണികൾ പണമയച്ചതുമൊക്കെ ഓർമ്മിപ്പിക്കാൻ UDF നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. പിതാവ് നേരിട്ട അപമാനമാണോ രാഷ്ട്രീയ നിലനിൽപ്പാണോ വലുത് എന്ന ചോദ്യത്തിന് മുന്നിൽ ജോസ് കെ മാണി എടുത്ത തീരുമാനമാണ് ഇന്ന് അവർ അണിയുന്ന ഇടത് കുപ്പായം. രാഷ്ട്രീയം ഇതൊക്കെയാണ് എന്ന് നമ്മെ പഠിപ്പിച്ചവർ ഇനിയും കാണാനും പഠിക്കാനും ഒരുപാടുണ്ടാകും. സ്റ്റിയറിംഗ് ഇനിയും എങ്ങോട്ടും തിരിയാം.